ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്ത ഒരു സ്ത്രീയുണ്ട്. അവർ ഫ്ലോറിഡയിൽ നിന്ന് വന്നിട്ട് ഹവാനയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് അബോർഷൻ നടത്തിയിട്ട് തിരിച്ചു പോയി. ഒരു ആവറേജ് ക്യൂബൻ നല്ല എക്സസൈസ് ചെയ്യോ അല്ലേ അങ്ങനെയുള്ള ആളൊന്നുമല്ല. അവർ മദ്യപിക്കും, അവർ ഒരുപാട് പുകവലിക്കും, എന്നിട്ടും അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കൂടുതലാണ്. ക്യൂബ പോലുള്ള ഒരു എക്സ്പെരിമെൻറ്റ് അമേരിക്കക്ക് വലിയ തലവേദനയാണ്. ഇപ്പോൾ ഇറാനിലും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ക്യൂബയിൽ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ പോലും അവിടെ അത് അവരുടെ ഒരു പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു പണ്ട്. ഈ എപ്സ്റ്റൈൻ ഐലൻഡ് പോലെ ക്യൂബയാക്കി മാറ്റാനാണ് അയാളുടെ ഒരു ശ്രമം എന്നാണ് എനിക്ക് തോന്നുന്നത്. പല രാജ്യങ്ങളിലും പോയി കഴിഞ്ഞാൽ അവർ രാഷ്ട്രീയം പറയുന്നില്ല, പക്ഷെ ക്യൂബക്കാർ രാഷ്ട്രീയം പറയാൻ വേണ്ടി അവർക്ക് ആവേശമാണ്. താങ്കളുടെ മാഡ് അബൌട്ട് ക്യൂബയെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതായത് ആ ഒരു പുസ്തകം താങ്കൾ ഒരു കണ്ണൂർകാരൻ എന്ന രീതിയിൽ ക്യൂബയിൽ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് പണ്ട് നമ്മുടെ ഒരു മനസ്സിൽ പഴയ ആളുകൾ പാടുന്ന ഇപ്പോൾ തിരുനെല്ലൂർ കരുണാകരൻ്റെ ഒക്കെ റാണി എന്ന് പറയുന്ന കവിതയിൽ റഷ്യയിൽ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ റാണി പറയുന്നതുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് ബെൽറ്റിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഗൃഹാതുരതയിലും ആ ഒരു കമ്മ്യൂണിസ്റ്റ് കാൽപ്പനികതയിലൊക്കെ അഭിനയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ക്യൂബയിൽ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പാടുന്നവരാണ് കൂടുതലും. അപ്പോൾ ക്യൂബയിൽ പോകുമ്പോൾ അത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ ക്യൂബൻ സിഗാർസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ കണ്ണൂരിലെ വീട് തെറുപ്പിനെ കുറിച്ച് സാമ്യപ്പെടുത്തി പറയുന്നതാണ്. എന്താണ് ആ ക്യൂബ, താങ്കൾ കണ്ട ക്യൂബയും അത് എനിക്ക് 2023 അല്ലേ, അതിനിവിടുന്ന് വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇപ്പോൾ യുദ്ധത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ആഴ്ച 2 തവണ അവിടെ എന്തോ കറണ്ട് ഇല്ല വാർത്തകളല്ലേ, കറണ്ട് ഊർജ പ്രതിസന്ധിയിലേക്കൊക്കെ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കുഴഞ്ഞു മറിഞ്ഞ അന്തരീക്ഷത്തിൽ അന്ന് പോയ ക്യൂബ, ഇന്നത്തെ പെട്ടെന്ന് മാറിയ ലോക സാഹചര്യം മാറിപ്പോയ ക്യൂബയുടെ കുറിച്ചൊക്കെ എന്താണ് പറയുക? അന്ന് ഇത് വ്യക്തമായിരുന്നു ഇത് എങ്ങോട്ടേക്കാ പോകുന്നതെന്നുള്ളത്. ഇത് കൂടുതൽ വഷളാവുന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നിയത്. കാര്യം എന്ന് വെച്ചാൽ അത്രയധികം സാങ്ഷൻസ് ഉണ്ട്. ഈ ശരിക്ക് അവരുടെ അയൽ രാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ഒരു അയൽ രാജ്യം ക്യൂബയാണ്. കാര്യം കൊളംബിയ ആയാലും അവരുടെ ചുറ്റുപാടുള്ള മൊത്തത്തിലുള്ള സൗത്ത് അമേരിക്കയും സെൻട്രൽ അമേരിക്ക എടുത്തു നോക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തുനിന്നും ഗാങ്സ്റ്റേഴ്സ് ഉണ്ട്, മയക്കുമരുന്ന് വരുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും വരുന്നുണ്ട്. പക്ഷെ ക്യൂബയിൽ നിന്ന് മാത്രമാണ് അങ്ങനെ ഒന്നൊരു മയക്കുമരുന്നോ അല്ലെ ഗാങ്സ്റ്റേഴ്സോ ഒന്നും വരാത്തത്. അത് മാത്രമല്ല ക്യൂബ ഒരു തരത്തിലും ഇവർക്ക് ത്രെറ്റല്ല. എങ്ങനെയാണ് ക്യൂബയിൽ ത്രെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യൂബയിൽ ഇതിന് കുറച്ചു കാലം മുമ്പ് വരെ ഫ്രീ ആയിട്ടുള്ള യൂണിവേഴ്സൽ എഡ്യൂക്കേഷനാണ്. ഫ്രീ എഡ്യൂക്കേഷൻ, നിങ്ങൾ PhD അല്ലെ നിങ്ങൾ MBBS MD, നിങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള PhD എന്ത് വേണമെങ്കിലും അവിടെ ഫ്രീ ആണ്. അതുപോലെ നിങ്ങളെ ഹെൽത്ത് കെയർ ഫ്രീ ആണ്. അതൊക്കെ സ്റ്റേറ്റ് തന്നെ ചെയ്യുന്നതാണ്. അപ്പം അവിടുന്ന് 90 മൈൽ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഫ്ലോറിഡയിലുള്ള ഒരാൾക്ക് ഒരു കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ആശുപത്രി പോയി ഉള്ള ചികിത്സക്കൂലി എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികമാണ്. അപ്പം ക്യൂബ പോലുള്ള ഒരു എക്സ്പെരിമെൻറ്റ് അമേരിക്കക്ക് വലിയ തലവേദനയാണ്. കാര്യം അവിടെ എങ്ങനെ ഇത് നടക്കുന്നു, ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള ആ ഒരു സംഭവമാണ്. ഈ സാങ്ഷൻസാണ് ഈ ക്യൂബയെ ക്ഷീണിപ്പിക്കുന്നത്, അമേരിക്കൻ സാങ്ഷൻസ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട, അമേരിക്കൻ സാങ്ഷൻസ് എന്ന് പറഞ്ഞാൽ വെറും അമേരിക്കയുടെ സാങ്ഷൻ മാത്രമല്ല. അമേരിക്കൻ സാങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സാങ്ഷൻസ് കൂടിയാണ്. കാര്യം ക്യൂബയിൽ ഹവാനയിൽ ഒരു ഷിപ്പ് പോയിട്ടുണ്ടെങ്കിൽ, ഹവാനയിൽ ഒരു ഷിപ്പ് ഡോക്ക് ചെയ്ത്, അത് വെറും ടെക്നിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഡോക്ക് ചെയ്തെന്ന് തന്നെ വെച്ചോ, അടുത്ത 6 മാസത്തേക്ക് ഒരു അമേരിക്കൻ തുറമുഖത്തും പോകാൻ പറ്റില്ല, അതിന് പെർമിഷൻ ഇല്ല. അപ്പം അമേരിക്കയായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ലോകത്ത് മുഴുവൻ ട്രേഡും നടക്കുന്നത് പല സ്ഥലങ്ങളിലും. അപ്പം ആർക്കാണ് ധൈര്യം പിന്നെ ക്യൂബയിൽ പോയിട്ട് ക്യൂബയ്ക്ക് കുറച്ച് സാധനങ്ങൾ വിൽക്കുക, എന്നിട്ട് അമേരിക്കയിൽ 6 മാസം അതിനു വേണ്ടി ആരും നിൽക്കില്ല. അതുപോലെ ഇപ്പം പല കമ്പനികളിലും ക്യൂബയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം വിറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും.
അത് ബാക്കിയുള്ള രാജ്യങ്ങൾ മുഴുവൻ ക്യൂബയായിട്ട് ആരെങ്കിലും ഒരു വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടോ അല്ലെ ക്യൂബയിലേക്ക് എന്തെങ്കിലും ഒരു സാധനം അയച്ചിട്ടുണ്ടെങ്കിലോ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്ന രീതിയാണ് അമേരിക്കൻ സാങ്ഷൻസ്. അത്രയും ഡ്രക്കോണിയൻ ആയിട്ടുള്ള രീതിയിലുള്ള സാങ്ഷൻസ് ആണ്. ഇതിന് പല പേരുകളുണ്ട്, ടോറസെല്ലി ആക്ട്, അങ്ങനെ ഹെർംസ് ബർട്ടൺ ആക്ട് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇപ്പം ഈ ടെറർ സ്പോൺസറിങ് സ്റ്റേറ്റ്സിൻ്റെ ലിസ്റ്റിൽ കൂടി പെടുത്തിയിട്ടുണ്ട്. ഇത് ഒബാമ വന്നപ്പോൾ ഒബാമ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്തില്ല, പക്ഷേ അത് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് പുനഃസ്ഥാപിച്ചു. അങ്ങനെയുള്ള അത് മുഴുവൻ മാറ്റി ട്രംപ് മാറ്റാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഫ്ലോറിഡയിൽ ക്യൂബൻ അമേരിക്കൻസ് പ്രത്യേകിച്ചുണ്ട്. അവർ പിന്നെ പഴയ രീതിയിലുള്ള വളരെ ഫ്യൂഡലായിട്ടുള്ള രീതിയിലുള്ള ആളുകളുണ്ട്. മാത്രമല്ല അതിൽ വേറൊരു വലിയ തമാശ എന്ന് വെച്ചാൽ ഈ അവിടുന്ന് ക്യൂബയിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്ന് സെറ്റിൽ ചെയ്യണമെങ്കിൽ തന്നെയുള്ള ഒരു പ്രധാന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുവരുന്ന നെറേറ്റീവ് എന്തായിരിക്കണം? നമുക്ക് ഫിഡൽ കാസ്ട്രോയിൽ വിശ്വാസമില്ല, കമ്മ്യൂണിസത്തിൽ വിശ്വാസമില്ല, സോഷ്യലിസ്റ്റിൽ വിശ്വാസമില്ല, ക്യൂബ എന്ന് പറഞ്ഞ ഒരു തല്ലിപ്പൊളി സ്ഥലമാണ്. ഇതേ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്ത ഒരു സ്ത്രീ ഉണ്ട്. അവർ ഫ്ലോറിഡയിൽ നിന്ന് വന്നിട്ട് പിന്നെ ഹവാനയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് അബോർഷൻ നടത്തിയിട്ട് തിരിച്ചു പോയി. അപ്പോൾ അവർ ഈ ക്യൂബയിലൊരു സംഭവമുണ്ട്. ഇപ്പോൾ ക്യൂബൻ അമേരിക്കൻ ആണെങ്കിൽ വന്നാലും ഫ്രീ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കും. അത് മാത്രമല്ല ഫ്ലോറിഡയിൽ അബോർഷൻ ബാൻഡാ. അവർക്ക് അബോർഷൻ എന്നൊക്കെ പറഞ്ഞ് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്ക് അതിൽ ഒരു കൺസേണും ഇല്ല. അപ്പം അവരെവിടെ പോവും? ഒന്നുകിൽ ചിലപ്പോൾ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് പലപ്പോൾ പോവുക. അപ്പോൾ അവർ നേരെ ഹവാനയിലേക്ക് പറന്നു വന്നു, അവിടുന്ന് അബോർഷൻ നടത്തി തിരിച്ചു പോയി കഴിഞ്ഞാൽ ക്യൂബയ്ക്കെതിരായിട്ടായിരിക്കും പറയുക. അപ്പോൾ ഇത്രയും ഇത് അത്രയും ഇതാണ്, പ്രഹസനാണ് മൊത്തത്തിലുള്ള ഇത്. അപ്പം ഈ സാങ്ഷൻസ് തന്നെ ഇൻ്റർനാഷണൽ സാങ്ഷൻസ് ആയതുകൊണ്ടും മാത്രമല്ല ഈ ക്യൂബയുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മൾ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നോക്കിക്കോ, അവരുടെ പവർ ഇൻഫ്രാസ്ട്രക്ചർ നോക്കിക്കോ, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ 70കളിലും 80കളിലും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിനുശേഷം സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം അമേരിക്കൻ സാങ്ഷൻസ് വന്നതോടുകൂടി അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടില്ല. അപ്പം ഈ 90കളിലും ഇപ്പം നമ്മൾ ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ സമയത്തും അവർക്ക് കുറേയൊക്കെ പിടിച്ചേക്കാൻ പറ്റി. പക്ഷേ ഇതിപ്പം 70ലും 80ലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രത്യേകിച്ച് പിന്നെ ഓയിലും കിട്ടാത്തതുകൊണ്ട്, വെനിസ്വേലയിൽ നിന്നുള്ള ഓയിൽ വരാത്തത് കൊണ്ട് തന്നെ അവർ ഇത്രയധികം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ ആരോഗ്യരംഗത്തെ ക്യൂബയുടെ ഒരു മഹിമ നമുക്കറിയാം, കോവിഡ് കാലത്ത് ഉള്ളതാണ്. പിന്നെ അവരുടെ ഒരു കണ്ടെത്തൽ, അവരുടെ ഒരു പരിമിതിയിൽ നിന്നുള്ള കണ്ടെത്തൽ. ഇപ്പോൾ വെള്ളപ്പാണ്ടിനൊക്കെ അവിടെ അല്ലേ മരുന്നുണ്ടല്ലേ, അങ്ങനെയുള്ള ഒരുപാട് അവരുടേതായിട്ടുള്ള ഒരുപാട് അതിശയിപ്പിക്കുന്ന ഒരു ആരോഗ്യ രംഗമാണെന്ന് തോന്നുന്നു അല്ലേ? അത് അവരുടെ ബയോടെക്നോളജി. ഇപ്പം നമ്മൾ അവരുടെ ഡോക്ടേഴ്സിനെ പറ്റിയിട്ട് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അത് ലോകത്ത് മുഴുവൻ ആളുകൾക്ക് അറിയാം. അവർ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് ഏറ്റവും അധികം ആളുകൾക്ക് ഡോക്ടർമാർ ആവശ്യം ഉണ്ടാകുന്ന സമയത്താണ് ഇവർ പോകുന്നത്. അതായത് അങ്ങനെയാണ്. അത് വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് സാമ്പത്തികമായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂബയുടെ ഒരു രീതിയും കൂടിയാണ്. പക്ഷേ അതിൽ നമ്മൾക്ക് പലരും അറിയാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ അവരുടെ ബിയോ ക്യൂബ ഫാമ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വലിയ കൺസോർഷ്യം ഉണ്ട്. അത് പബ്ലിക് സെക്ടറിലെല്ലാം അതിലാണ് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്, ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഫാർമയിൽ മുഴുവൻ. ഇപ്പം നമ്മളെ ഇന്ത്യയിലെ ബയോകോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനിയൊക്കെ അവർ ക്യൂബയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മരുന്നൊക്കെ വെച്ചിട്ടാണ് ആദ്യം വളർന്ന് വലുതായത്. അത് കഴിഞ്ഞ് അവർ വളർന്ന് പന്തലിച്ച് അമേരിക്കയിലൊക്കെ ബിസിനസ് തുടങ്ങിയതിന് ശേഷം പിന്നെ ക്യൂബയായിട്ട് ബന്ധം പിന്നെ വിച്ഛേദിക്കേണ്ടി വന്നു. അത് ബന്ധം തുടരാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ പല രീതിയിലും വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ച രാജ്യമാണ് ക്യൂബ. ഇപ്പോൾ ഒരു ആവറേജ് ക്യൂബൻ നല്ല എക്സസൈസ് ചെയ്യോ അല്ലേ അങ്ങനെയുള്ള ആളൊന്നുമല്ല. അവർ മദ്യപിക്കും, അവർ ഒരുപാട് പുകവലിക്കും, എന്നിട്ടും അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാർ, GP, ഇത് ജനറൽ പ്രാക്ടീഷണേഴ്സ്, അവരുടെ ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ഉണ്ട്. അത് പ്രിവെൻഷനിൽ ഫോക്കസ്ഡാണ്. അപ്പം ആളുകൾ വീട്ടിൽ ചെന്ന് ഡോക്ടർമാർ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ കാണുകയും അങ്ങനെ ഒരു പ്രിവെൻഷൻ
ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇടപെടലുകൾ, ഇൻ്റർവെൻഷൻസ്, മെഡിക്കൽ ഇൻ്റർവെൻഷൻ നടക്കുന്നതുകൊണ്ടാണ് ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു അഡ്വാൻസ് കൺട്രീസിൻ്റെ അവർക്ക് പോലും ഇല്ലാത്ത ലെവലിലേക്കാണ് ഈ അവിടുത്തെ ഈ പലതും പ്രത്യേകിച്ച് ആരോഗ്യരംഗത്തും മെഡിക്കൽ റിസർച്ചിൻ്റെ. പക്ഷെ അതൊക്കെ ഇപ്പോഴും അപകടത്തിലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം ഒരു സ്റ്റെതസ്കോപ്പ് പുതുതായിട്ട് വാങ്ങണമെങ്കിൽ പോലും അല്ലെ അത് പലതും അവരുടെ എമർജൻസി റൂമിൽ ഒരുപാട് എക്യുപ്മെൻറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിലും അവർക്ക് പലപ്പോഴും വാങ്ങാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു പാർട്ട് റീപ്ലേസ് ചെയ്യണമെന്ന് വിചാരിച്ചു, സ്പെയർ പാർട്ട് എന്തെങ്കിലും സ്പെയർ പാർട്ട് കിട്ടില്ല. കാര്യം സ്പെയർ പാർട്സ് നോക്കുമ്പോഴേക്ക് ഇവർ നേരത്തെ വാങ്ങിയ ഒരു സ്പാനിഷ് കമ്പനി എടുത്താണെങ്കിൽ ആ സ്പാനിഷ് കമ്പനിക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു അമേരിക്കൻ കമ്പനിയായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ സ്പാനിഷ് കമ്പനി ഇത് ക്യൂബക്ക് വിൽക്കില്ല. അത്രയും ഭീകരമായ രീതിയിലുള്ളതാണ് സാങ്ഷൻസ്. അതുകൊണ്ട് തന്നെയാണ് സാങ്ഷൻസിന് അവർ സാങ്ഷൻസ് എന്നല്ല ബ്ലോക്കേഡ് എന്നാണ് വിളിക്കുന്നത് ക്യൂബൻസ്. അത് ഈ ലോകത്തിനൊരു പാടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അനീതി അത് കാണുന്നതെന്ന് വെച്ചാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബ്രെട്ടൺ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ നമ്മളെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഇതിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ക്യൂബയിൽ വെച്ചാണ്. ഇപ്പോൾ ഇറാനിലും അങ്ങനെ നമുക്ക് മനസ്സിലാകാം. പക്ഷേ ക്യൂബയിൽ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ പോലും അവിടെ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുക. അത് ഇക്കണോമിക് വാർഫെയർ ആണ്. അതാണ് അവർ ഇപ്പോൾ ചൈനയ്ക്കെതിരായിട്ട് പറ്റില്ലായിരിക്കും. പക്ഷേ ഇത് ഏറ്റവും വീക്കായിട്ടുള്ള, പക്ഷേ അവരുടെ കാലിൽ നിന്ന് അവരുടെ ജനങ്ങളെ മാക്സിമം അവർക്ക് മൊത്തത്തിലുള്ള പൊതുജനത്തിന് ഗുണകരമായ രീതിയിലുള്ള ഒരു ഭരണം നടത്താൻ വേണ്ടി പോകുമ്പോൾ അവരെ അടിച്ചമർത്തി ഇല്ലാതാക്കുക എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് അമേരിക്കൻ ഐക്യനാടുകൾ അവിടെ ക്യൂബയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ഒരു പ്ലേ ഗ്രൗണ്ടായിരുന്നു പണ്ട്. അവിടുത്തെ മാഫിയയും പിന്നെ പണക്കാരായിട്ടുള്ള ആളുകൾ ചെന്നിട്ട് ചൂതാട്ടവും വേശ്യാവൃത്തിയും ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലേ ഗ്രൗണ്ടായിരുന്നു അത് അതേപോലെ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. അതിന് ഈ ട്രംപിനെ പോലുള്ള ഒരാൾക്ക് പിന്നെ അതുപോലത്തെ ഒരു സ്ഥലം തന്നെ വേണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്സ്റ്റൈൻ ഐലൻഡ് പോലെ ക്യൂബയാക്കി മാറ്റാനാണ് അയാളുടെ ഒരു ശ്രമം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ പണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരു പാപം എന്ന് പറഞ്ഞ സാധനം ക്യൂബയിൽ ഇല്ലാന്ന്. ഏത് ഈ ഫിഡൽ കാസ്ട്രോ വരുന്നതിന് മുമ്പുള്ള ഒരു ക്യൂബ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്യൂബയിൽ പോകണം. കാര്യം അവിടെ അത് ഒരു പാപമല്ല. അല്ല, അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ട്രംപിന് വേണ്ടത്. അല്ല, അവരുടെ സ്ത്രീപുരുഷ ബന്ധങ്ങളൊക്കെ വളരെ നമ്മളിപ്പോ പഴയ ക്യൂബൻ സിനിമകളൊക്കെ കാണുമ്പോൾ കാണാറുണ്ട്. വളരെ ഫ്രീ ആയിട്ടുള്ള അവരുടെ വളരെ നല്ല ലൈംഗിക ജീവിതമൊക്കെ വളരെ ആണ്. സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം. ഇപ്പം ഞാൻ തന്നെ ഈ ബിയോക്യൂബ ഫാമയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലുള്ള, ഏറ്റവും അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള, ഏറ്റവും വലിയ സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും റിസർച്ചേഴ്സും എല്ലാം സ്ത്രീകളാണ്. സ്ത്രീകൾ വർക്ക് ഫോഴ്സിൻ്റെ പ്രത്യേകിച്ച് ഹൈലി സ്കിൽഡ് വർക്ക് ഫോഴ്സിൽ വലിയ റോളാണ് അവർ വഹിക്കുന്നത്. വലിയ ചങ്ക് അവരാണ്. അത്ര സ്ത്രീകൾക്ക് വിമോചനം ഉള്ള ഒരു സ്ഥലമാണത്. അത് വിപ്ലവത്തിന് മുമ്പ് ഒട്ടുമായിരുന്നില്ല. വെറും അവിടെ എന്ന് പറയുന്ന സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ഥലമാണത്. വേശ്യാവൃത്തിയിലേക്ക് അവരെ തള്ളിവിട്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണത്. അതുപോലെ തന്നെ ഇപ്പം LGBTQ ആളുകൾക്കും പ്രത്യേകിച്ച് അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തിട്ട് അവർക്കും പ്രത്യേക റൈറ്റ് കൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. ഇതിൽ ഏറ്റവും വലിയ ഒരു സംഭവമുണ്ട്. മൈക്കിൾ പാരൻറ്റി എന്ന് പറഞ്ഞ വലിയ എഴുത്തുകാരൻ പണ്ട് ക്യൂബയിൽ പോയപ്പോൾ അയാൾ വലിയ മലനിരകളിൽ പോയിട്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. പിന്നെ ഈ വിപ്ലവം എന്താണ് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാക്കിയെന്ന് അയാൾ 60കളിലെങ്ങാനും പോയി ചോദിച്ചാൽ അതിൽ. അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റിഫുണ്ടിയ എന്ന് പറഞ്ഞാൽ വലിയ പ്ലാന്റേഷൻസ് ആണ്, ഒരുപാട് ലാൻഡ്. ഏതെങ്കിലും ഒരുത്തനായിരിക്കും അത്, അമേരിക്കൻ കക്ഷിയായിരിക്കും, അല്ലെങ്കിൽ അമേരിക്കക്കാരന് വേണ്ടിയുള്ള ഒരാളായിരിക്കാം. അപ്പം അത് മറികടന്ന് അതിലൂടെ പോകാൻ പറ്റില്ല ആശുപത്രിയിലേക്ക്. അപ്പം വളഞ്ഞ വഴിയിലൂടെ പോയിട്ട് രോഗിയെടുത്ത് ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോഴേക്ക് രോഗി മരിച്ചിരിക്കും. ഇപ്പം നടന്നതെന്ന് പറഞ്ഞാൽ അയാൾക്ക് 100 മീറ്റർ അപ്പുറത്ത് പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്.
സ്കൂളും ഉണ്ട്. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ടേർഷ്യറി ഹോസ്പിറ്റൽ ഉണ്ട്. അതാണ് സോഷ്യലിസം. അപ്പം മൈക്കിൾ പാരൻറ്റി പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അതിനെ സോഷ്യലിസം എന്ന് വിളിക്കാൻ അമേരിക്കക്കാരോട് ആദ്യം പറയും. സോഷ്യലിസം അല്ലെ കമ്മ്യൂണിസം എന്ന് വിളിക്കാൻ വേണ്ടി നിങ്ങൾ മടിയുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേറെ എന്തെങ്കിലും പേരിട്ടോ, ചിക്കൻ എന്നോ അല്ലെ എന്ത് പേരിലും വിളിച്ചോ നിങ്ങൾക്ക്. പക്ഷെ ഇതാണ് സോഷ്യലിസം. അതെ അതെ അതെ. ഇപ്പോഴേ ഇപ്പം നമ്മളിപ്പോൾ ഈ മാർക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അദ്ദേഹത്തിൻ്റെ. അതുപോലെ ഹെമിംഗ്വേയുടെ നാട്, ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഇപ്പോൾ ക്യൂബയിൽ ഒരുപാട് നമ്മുടെ നൊസ്റ്റാൾജിയയുടെ ഭാഗമായിട്ട് ഉണ്ട് കൾച്ചറൽ. ഇപ്പോൾ ഫെർണാണ്ടോ സൊളാനസ് പോലുള്ള ആളുകൾ, അതിനോടൊപ്പം രാഷ്ട്രീയത്തിൽ ചെഗുവേര, ഫിഡൽ കാസ്ട്രോ എന്നുള്ള പറഞ്ഞാൽ നമ്മുടെ ഒരു നാട്ടിലുള്ള നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ കേരളത്തിൻ്റെ ഈ ഒരു സാഹിത്യ സാംസ്കാരിക ബൗദ്ധിക അന്തരീക്ഷത്തിൽ നിന്നും അതുപോലെ നമ്മുടെ കണ്ണൂർ പോലുള്ള ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നും ചെഗുവേര നമ്മുടെ ഗ്രാമക്കാരനും നമ്മുടെ ചായക്കടയിൽ ഒരാളായിട്ട് തോന്നുന്ന തരത്തിലേക്ക് അവിടെ പോകുമ്പോഴുള്ള കൗതുകങ്ങളൊക്കെ എങ്ങനെയാണ്? അതുണ്ട്. ഇപ്പോൾ ഹെമിംഗ്വേയുടെ എന്ന് പറഞ്ഞാൽ ഹെമിംഗ്വേ പോയി ഇരുന്നുകൊണ്ടിരുന്ന റെസ്റ്റോറൻറ്റ്സ്, ബാറുകൾ, ഇതൊക്കെ അദ്ദേഹം ഇരുന്ന സീറ്റ് ഒക്കെ ഉള്ള ഫ്ലോറിഡീറ്റ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, ഒരു ബാർ. അവിടെയൊക്കെ ഞാൻ പോയിരുന്നു, പല സ്ഥലങ്ങളിലും പോയിരുന്നു. പിന്നെ നമ്മൾ ഈ ഇപ്പം ടൊബാക്കോ ഫാമിംഗ് ഏരിയ ആ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലാണ് ഈ പുസ്തകം വായിക്കുന്ന അവിടെ പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ അവർ നോവലൊക്കെയാണ്. ഏതെങ്കിലും ഒരു സ്ത്രീകളുണ്ട് ഒരുപാട്, അവർ സ്പാനിഷിലാണ്. അത് അവർ നോവൽ വായിക്കും. അത് ഒരു ദിവസം കഴിഞ്ഞിട്ട് അത് പിന്നെ മുഴുവൻ ഒരു ദിവസം വായിച്ച് തീർക്കാൻ പറ്റില്ല, അത് അടുത്ത ദിവസമായിരിക്കും. അപ്പം വായിച്ച് മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കും. ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ ദിനേശ് വീട്ടിയുടെ ഒക്കെ പഴയ സംസ്കാരം ഉണ്ടല്ലോ. പക്ഷേ ഇത് ഹോസെ മാർട്ടിയുടെ സമയത്ത് 19-ാം നൂറ്റാണ്ട് ആ സമയത്ത് തന്നെ ഈ ഒരു സംഭവം ഈ ടൊബാക്കോ യൂണിറ്റ്സിൽ പണ്ടേ ഉണ്ടായിരുന്നു. അവർ ഇങ്ങനെ പല സംഭവങ്ങളും നമ്മൾ കാണുമെന്ന് പറയുക പിന്നെ ഒരു കമ്മ്യൂണിസം തന്നെയാണ്, ഒരു സോഷ്യലിസം തന്നെയാണ് നമ്മളെ അവരുമായിട്ട് ബന്ധപ്പെടുന്നത്. മാത്രമല്ല നമ്മൾ ഈ ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് ക്യൂബയിലേക്ക് പോയിട്ട് ക്യൂബേനെ പറ്റിയിട്ട് എഴുതുകയും സംസാരിക്കുകയും പിന്നെ ക്യൂബൻ വിപ്ലവം എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ഭയങ്കര ഫെമിലിയറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോകുമ്പോൾ പിന്നെ ഈ ചെ ഗുവേര വെറും ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു മാത്രമല്ല, ചെ ഗുവേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡറാണ് എന്നുള്ള അതൊന്നും അത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ചെ ഗുവേര എന്ന് പറഞ്ഞ വിപ്ലവകാരിയാണ് നമ്മൾ കൂടുതൽ അറിയാം. ചെ ഗുവേര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ, പ്രത്യേകിച്ച് ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനൊക്കെ ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന ഈ ബിയോകോബ ഫാർമ എന്ന് പറഞ്ഞ വലിയൊരു ബയോടെക്നോളജി കൺസോഷ്യം, അതൊക്കെ ഉണ്ടാകാൻ അതിൻ്റെ പിന്നിലുള്ള ചാലകശക്തിയായിട്ട് പ്രവർത്തിച്ചത് ചെ ഗുവേരയാണ്. അത് പിന്നെ മാത്രമല്ല സോവിയറ്റ് യൂണിയൻ്റെ ലൈനിന് ബദലായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലൈൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ വലിയ ഇപ്പോൾ ഏതെങ്കിലും 2 or 3 അല്ലെ ഷുഗറിലോ അല്ലെങ്കിൽ നിക്കലിലോ അത് പിന്നെ വിറ്റിട്ട് കിട്ടുന്ന പൈസ അതിൽ നമ്മൾ നിൽക്കുക. നമ്മുടെ ഇക്കണോമിക് മെയിൻ സ്റ്റേ ഏതെങ്കിലും 1 or 2 ആകാൻ പാടില്ല. നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും നമ്മൾ കൂടുതൽ സെൽഫ് റിലയൻ്റ് ആണെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ പൊതുവെ ചെ ഗുവേരയെ പറ്റി പറയുമ്പോൾ നമ്മൾ അദ്ദേഹം ഒരു ഭ്രാന്തനായ ഒരു വിപ്ലവകാരി, കാൽപ്പനിക രീതിയിലുള്ള വിപ്ലവകാരി എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് അപ്പുറത്തായിരുന്നു. ഇപ്പോൾ നിർഭാഗ്യവശാൽ ഇപ്പം ക്യൂബയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താനും ആ ഒരു സോഷ്യലിസ്റ്റ് രീതി ഇല്ലാതാക്കാനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി പവർ, ഇപ്പം ഈ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ എക്കണോമിക് പവർ, മിലിറ്ററി പവറായിട്ടുള്ള അമേരിക്കൻ ഐക്യനാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് ശുദ്ധ തെമ്മാടിത്തരം എന്നല്ലാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ വിപ്ലവത്തിന്റെ ഒരു പാരമ്പര്യമില്ലാത്ത നേതാവല്ലേ ഇപ്പൊ അവിടുത്തെ പ്രസിഡന്റ് അല്ലേ? അല്ല അല്ലേ, അതിലൊന്നും ഡയറക്റ്റ് ആയിട്ട് പക്ഷെ അദ്ദേഹം ടെക്നോക്രാറ്റാണ്. പക്ഷെ വിപ്ലവത്തിന്റെ പാരമ്പര്യം ഇല്ലാന്ന് നമുക്ക് വിപ്ലവത്തിന്റെ പാരമ്പര്യം ഇല്ല. കാര്യം അതിപ്പം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് ജനിച്ച പ്രധാനമന്ത്രിമാർ മാത്രമുള്ള ഇന്ത്യയിൽ ഇപ്പോൾ അതിനുശേഷം ജനിച്ച പ്രധാനമന്ത്രി. അതുപോലെ അപ്പം വിപ്ലവത്തിന്റെ പാരമ്പര്യം ഇല്ലെങ്കിലും എന്തെങ്കിലും വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ ആ ഒരു ദാർഢ്യമൊക്കെ നഷ്ടമാവുമോ എന്നുള്ള അല്ല. അത് ഇപ്പം ഒരു വലിയ ഒരു വ്യത്യാസം ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരുടെ ആയിട്ടുള്ള ആളുകളിൽ
അവർ ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ ബെനിഫിഷ്യറീസാണ്. ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടുന്നത്. പക്ഷേ അവർക്ക് ഇപ്പം അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ റിസൾട്ടാണ്. അവർക്ക് റീസൺ ഇപ്പോൾ അമേരിക്കൻ സാങ്ഷൻസ് ബ്ലോക്കേഡ് കാരണമാണ് ഇവിടെ നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് അറിയണ്ട. അവർക്ക് റിസൾട്ട് വേണം, ഇവിടെ ജോലിയും മറ്റേതും എല്ലാം വേണം, അല്ലെങ്കിൽ അവർ മൈഗ്രേറ്റ് ചെയ്യും. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അമർഷ അവിടെ ഉണ്ട്. ആ ജനറേഷനിൽ വിപ്ലവത്തിനെ പറ്റിയുള്ള വലിയ ധാരണ അവരുടെ ഇല്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്വാഭാവികമായിട്ട് വിപ്ലവം ഉണ്ടാക്കിയ എല്ലാ ഗുണങ്ങളും അവർ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവർ നിങ്ങളിപ്പം നമ്മൾ വിപ്ലവം ഉണ്ടാക്കിയിട്ടുള്ള ഗുണങ്ങൾ അനുഭവിച്ചവരാണ്, അതുകൊണ്ട് നിങ്ങൾ വിപ്ലവത്തിനോട് നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒബ്ലിഗേഷൻ വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അവർ ഈ ഇൻസ്റ്റഗ്രാമും ഇൻ്റർനെറ്റും എല്ലാം കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇപ്പം അമേരിക്കയിലെ വലിയ സൂപ്പർ മാർക്കറ്റൊക്കെ കാണുമ്പോൾ അവിടെ പലതരത്തിലുള്ള പ്രോഡക്ട്സും ഇങ്ങനെ ഉണ്ടാവും. ഇപ്പം നമ്മൾ ക്യൂബയിൽ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ മാത്രമായിരിക്കും പാല് വിൽക്കുന്നത്, അല്ലെങ്കിൽ ജ്യൂസ്, അത് ഒരു കമ്പനിയുടെ മാത്രമായിരിക്കും. അത് ആ ഷെൽഫുകൾ ചിലപ്പോൾ കാലിയായിരിക്കും പലതും. പക്ഷേ അവർക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥയില്ല, കിട്ടുന്നൊക്കെ. പക്ഷേ അവർക്ക് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ എനർജി, ഒരു പവർ സപ്ലൈയുടെ വലിയ പ്രശ്നമാണ്. ആ റിന്യൂവബിൾ എനർജിയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ചൈനീസ് സഹായം അവർക്കുണ്ട്. ഇതിൻ്റെ ഇടയിൽ ശരിക്ക് അമേരിക്ക ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ട. ഞാൻ അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ വിയറ്റ്നാം പോലുള്ള ഒരു രാജ്യം അമേരിക്കയെ മുട്ടുകുത്തിച്ച മാത്രമല്ല അമേരിക്കയെ തോൽപ്പിച്ച ഒരു രാജ്യമാണ്. അവരുമായിട്ട് ഇത് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് വളരെ ശക്തമായിട്ടുണ്ട്, ട്രേഡ് ഉണ്ട്, എല്ലാം ഉണ്ട്, അമേരിക്ക നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിയറ്റ്നാമിനോട് ചെയ്യാൻ പറ്റുമെങ്കിൽ, വിയറ്റ്നാമുമായിട്ട് ഇത്രയും നല്ല ബന്ധം പുനഃസ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ക്യൂബയായിട്ട് ഇവർക്ക് പറ്റില്ല? അത് എനിക്ക് തോന്നുന്നു ഇവരുടെ ചരിത്രപരമായിട്ട് ഇവർ ക്യൂബ ഒരു നമ്മളിപ്പം മനുഷ്യരല്ല സബ്ഹ്യൂമനായിട്ട് ചിലവരെ കാണുന്നത്. ആ രീതിയിൽ അവരുടെ ഒരു പഴയ പ്ലേ ഗ്രൗണ്ടാണ് ക്യൂബ. അതാണ് ഇപ്പോഴുള്ളതെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇപ്പൊ യുദ്ധഭീതി ഇനി അങ്ങോട്ടേക്കാണോ എന്നുള്ളതാണ്. അതായത് ഇപ്പോ അവര് യുദ്ധഭീതി, അവർ ഇതറിയാം, ഓയിലില്ല അവിടെ. ഓയിൽ ഉണ്ടെങ്കിലും അത് വളരെ കുറച്ചേ ഉള്ളൂ. അവിടെ കൊബാൾട്ട് ഉണ്ട്, പക്ഷെ അത് മൈനിങ് ഇല്ല. പിന്നെ ഈ ട്രംപിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താണ്? ട്രംപിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ട്രംപിസം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിലൊരു സ്ഥലത്ത് വെനിസ്വേലയിൽ പോയി അവിടെ എല്ലാ ഓയിലും എല്ലാം ഉണ്ട്, അത് അടിച്ചു മാറ്റുക. അല്ലാതെ പുള്ളി അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അതിനുള്ള ഇല്ല, പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടാനുള്ള ഇതാ. അതുകൊണ്ട് ക്യൂബയിൽ താല്പര്യം അദ്ദേഹത്തിന് കുറയും. പിന്നെ വേറൊന്ന് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ചാൽ ക്യൂബയിൽ നിന്നുള്ള ഭയങ്കരമായിട്ട് മൈഗ്രേഷൻ നടക്കും. ഇപ്പോൾ ക്യൂബയിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂബയിലുള്ള ആളുകൾ US വരും, ഒരുപാട് മൈഗ്രേഷൻ വരും. അത് ചിലപ്പോൾ ട്രംപിന് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിൻ്റെ മാഗ ബേസിൽ അദ്ദേഹത്തിന് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ആ ഒരു എന്താ പറയുക, ഒരു വെളുത്ത തൊഴിലാളി വർഗ്ഗക്കാരുടെ അടക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മഹിമ ചിലപ്പോൾ മങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ വേറെ ഇപ്പം മാർക്കോ റൂബിയാണ് അവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അയാൾ ക്യൂബൻ വംശജനാണ്. അയാൾ സത്യത്തിൽ പുള്ളി നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഫിഡൽ കാസ്ട്രോ വന്നതിന് ശേഷമാണ് കുടുംബം ഓടുന്ന് പലായനം ചെയ്തത്. പിന്നെ അവസാനം അത് കള്ളാണെന്ന് മനസ്സിലാക്കപ്പെട്ടതിന് ശേഷം വിക്കിപീഡിയയിൽ നിന്ന് അദ്ദേഹം അതൊക്കെ എടുത്തു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും അത് മുമ്പുള്ള ആളുകളെയൊക്കെ ബാറ്റിസ്റ്റ് ഉള്ള സമയത്ത് തന്നെയാണ് പറഞ്ഞു വിട്ടത്. അത് മാത്രമല്ല ഈ മാർക്കോ റൂബിയോ തമാശക്ക് കളിയാക്കി പറയുന്ന ഒരു ഇതുണ്ട്, നാർക്കോ റൂബിയോ എന്ന് വെച്ചാൽ നാർക്കോട്ടിക്സ്. കാര്യം എന്ന് വെച്ചാൽ ഇയാളുടെ ഫാമിലി, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിനെ വളരെ പഠിപ്പിച്ചതും ഇയാളെ ഫണ്ട് ചെയ്തതും ഫൈനാൻസ് ചെയ്തെല്ലാം ചെയ്ത അദ്ദേഹത്തിൻ്റെ അളിയൻ ഒരു വലിയ മയക്കുമരുന്ന് വ്യാപാരിയായിരുന്നു, ജയിലിലൊക്കെ ആയിരുന്നു. ഇപ്പോഴും മാർക്കോ റൂബിയോയായിട്ട് വലിയ ബന്ധമാണ്. ക്യൂബയിൽ ഇതുവരെ പോയിട്ടില്ല, ഒരു ഓർഗാനിക് ബന്ധമില്ല. പക്ഷേ ക്യൂബ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലനാണ് മാർക്കോ റൂബിയോ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഇതിൽ വരുമോ എന്നുള്ള ഒരു സംശയമാണ് ചിലപ്പം ബാക്കി നിൽക്കുന്നത്.
ഈ ഉൽപാദന മേഖലകൾ ഇപ്പോൾ സർവീസ് മേഖലകളൊക്കെ ഇപ്പോൾ ക്യൂബയുടെ ഒരു മികവ് പറഞ്ഞു. ഉൽപാദന മേഖലകളൊക്കെ ഒരു മുരടിച്ച അവസ്ഥയായിരിക്കില്ലേ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 70കളിലും 80കളിലും ബിൽഡ് ചെയ്ത ഇൻഫ്രാസ്ട്രക്ചറാണ് അവിടെ ഇപ്പോഴും ഉള്ളത്. അവിടെ ഒരു കാലത്ത് സോവിയറ്റ് യൂണിയനിലേക്ക് പിന്നെ ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരുപാട് നിക്കൽ കയറ്റി അയച്ചുകൊണ്ടിരുന്ന രാജ്യമായിരുന്നു ക്യൂബ. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് തന്നെ അവർക്ക് കൊബാൾട്ട് മൈനിങ് ഒക്കെ അവർ തുടങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ അവർ കുറച്ച് അവരുടെ കയ്യിൽ എണ്ണയുണ്ട്, അത് അവരുടെ 20% ഉപയോഗത്തിന് മാത്രമേ അത് തികയുള്ളൂ. ഈ കൊബാൾട്ട് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഇപ്പം നമ്മളെ കോങ്കോ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ കഴിഞ്ഞാൽ ഏറ്റവും അധികം കൊബാൾട്ടുള്ള സ്ഥലം ക്യൂബയാണ്. അത് അവർക്ക് ഉപയോഗിക്കാം, നാച്ചുറൽ റിസോഴ്സ് റിച്ച് ആണത്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് പറ്റിയിട്ടില്ല. അത് ഈ കൊബാൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്മാർട്ട് ഫോണിലും EVയിലും എല്ലാത്തിലും ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പോൾ കോങ്കോ എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ അടിമത്താണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സ്മാർട്ട് ഫോണും പിന്നെ ആളുകൾ ഓടിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ് മുഴുവൻ ചില്ലറ തുച്ഛമായ പൈസക്ക് അവിടുന്ന് കൊബാൾട്ട് അടിച്ചു മാറ്റിയിട്ട് ഉണ്ടാക്കുന്ന പൈസയാണ്. പിന്നെ അതിൻ്റെ സോഴ്സ് എവിടെയാണോ അവിടെ വേണ്ടത്ര പൈസ അത് കളക്ട് ചെയ്യുന്ന ആളുകൾക്കൊന്നും പൈസ കിട്ടുന്നില്ല, അവർ അണ്ടർ പെയ്ഡാണ്. പക്ഷേ ക്യൂബയിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആർക്കും കിട്ടില്ല. കോങ്കോയിൽ പോയിട്ട് കൊള്ളയടിക്കുന്ന പോലെ ക്യൂബയിൽ പോയിട്ട് ചെയ്യാൻ ആർക്കും പറ്റില്ല. അപ്പം അതും ട്രംപിന് ഒരു മടിയായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു. പക്ഷേ എന്തും സംഭവിക്കാം. നമ്മൾ ലോകത്തിപ്പോൾ സംഭവിച്ചുകൊണ്ട് ഇപ്പോൾ ഇറാനെ ആക്രമിക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇറാനുമായിട്ട് ചർച്ച ചെയ്ത് ഒരു വലിയൊരു ഡീലിൽ അവർ വന്നതാണ്. ആ സമയത്താണ് ഇറാനെ ആക്രമിച്ചത്. സംഭാഷണത്തിന്റെ ഇടയിലാണ് ആക്രമണം ഉണ്ടായത്. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്ക് പൊതുവേ ഉള്ളൊരു ആരോപണം ഉണ്ടല്ലോ, ഏകാധിപത്യം, സ്വാതന്ത്ര്യമില്ലായ്മ, അഭിപ്രായ വിയോജിപ്പ് പറയാനില്ല, അതിനൊന്നും അടിച്ചമർത്തൽ അല്ല. അതൊക്കെ എങ്ങനെയാണ്? അത് ക്യൂബയിൽ ആരോപിക്കാവുന്ന എന്തെങ്കിലും നിലയിലുണ്ടോ? ക്യൂബയിൽ ഞാനിപ്പം അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ നമുക്ക് പറയാം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അധികാരത്തിൽ. പക്ഷേ ഒരു സാധാരണ ക്യൂബൻ അവരുടെ രാജ്യത്തിലെ അവരുടെ നേതാക്കന്മാരെ വളരെ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. അതിനാരും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു 5 ക്യൂബക്കാരെ കണ്ടു കഴിഞ്ഞാൽ 5 പേർക്കും 5 അഭിപ്രായമാണ്. അപ്പം നമ്മൾ വേറെ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവർ രാഷ്ട്രീയം പറയാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ചൈനയിൽ പോയിട്ടുണ്ട്, അവർ രാഷ്ട്രീയം പറയില്ല. അത് കുറച്ച് ഡിക്റ്ററ്റോറിയലായിട്ടുള്ള പല രാജ്യങ്ങളിലും പോയി കഴിഞ്ഞാൽ അവർ രാഷ്ട്രീയം പറയാൻ നിൽക്കില്ല. പക്ഷേ ക്യൂബക്കാർ രാഷ്ട്രീയം പറയാൻ വേണ്ടി അവർക്ക് ആവേശമാണ്. അവർ അത്രയും വാശിയേറിയ തർക്കം വരെ അവർ നടത്തും. അവരുടെ ഭരണാധികാരികളെ പറ്റിയിട്ട് വളരെ നിശ്ചിതമായിട്ട് പോലും ചിലവർ പറയും. അപ്പോൾ കമാൻഡൻ്റ് ഫിഡൽ കാസ്ട്രോയെ പറ്റിയിട്ട് അങ്ങനെ പറയുന്നതും കേട്ടിട്ടില്ല. പക്ഷേ ബാക്കി പല ആളുകളെ പറ്റിയും വളരെ നിശ്ചിതമായ വിമർശനം പരസ്യമായിട്ട് നടത്തുന്ന ആളുകളാണ്. അപ്പം അത് ഇപ്പം ഒരു തെരുവിൽ ഇങ്ങനെ പറയാൻ ഒരു വലിയൊരു ഡിക്റ്റേറ്റർഷിപ്പിൽ ഇത് പറയാൻ പറ്റില്ലല്ലോ. അവർ മാത്രമല്ല പിന്നെ പുറത്ത് വരികയും തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കെതിരായിട്ട് അവിടെ പിന്നെ അതുപോലെ ഒരൊറ്റ പത്രപ്രവർത്തകർ ഇപ്പം ലാറ്റിൻ അമേരിക്ക മുഴുവൻ നോക്കിയാലും അമേരിക്ക എടുത്ത് നോക്കി കഴിഞ്ഞാൽ എത്രയോ പത്രപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിടെ. പക്ഷേ ക്യൂബക്കെതിരായിട്ട് വളരെ ശക്തമായിട്ട് എഴുതുന്ന പത്രപ്രവർത്തകർ ആരും അവർക്ക് വേറെ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ട് ആരും കൊല്ലപ്പെട്ടത് ഞാൻ കണ്ടിട്ടില്ല. അത് മാത്രമല്ല ഈ യൂട്യൂബ് നമ്മളിപ്പം വീഡിയോ അവിടുത്തെ ക്യൂബേൻ്റെ ദാരിദ്ര്യം നമുക്ക് പിന്നെ വീഡിയോ എടുക്കുന്നതിലോ ഒന്നും ഒരു തടസ്സവും കണ്ടിട്ടില്ല. അത് ആളുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ ഒരാളെന്ന രീതിയിൽ കേരളത്തെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും അറിയോ? അതായത് നമ്മളിങ്ങനെ ഒരു ക്യൂബയെ ആരാധിക്കുന്ന ഗ്രാമാന്തരങ്ങളിൽ ചെഗുവേരയും ഫിഡൽ കാസ്ട്രോയും അവരുടെ തന്നെ ഭാഗമായി നിൽക്കുന്ന ആളുകളായിട്ടോ അങ്ങനെ ഒരു കേരള ഈ നമ്മള് എങ്ങനെ ഇവിടെയാണ് ഒരു കണക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? കേരളത്തിന് നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മൾ കുറച്ച് കാണുന്നുണ്ട്. ഈ കേരളത്തിനെ പറ്റി ക്യൂബയിലെ സാധാരണ ജനങ്ങളെടുത്ത് അവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. പക്ഷെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർക്കും അവിടുത്തെ കുറച്ച് ബോധനിലവാരമുള്ള ആളുകൾക്കും എല്ലാം നല്ല ധാരണയുണ്ട് കേരളത്തിനെ പറ്റി. അത് മാത്രമല്ല ഈ കേരളത്തിനെ പറ്റി നമ്മൾ ഇപ്പം ബ്രിട്ടനിലായാലും US-ലായാലും ഇടതുപക്ഷ ബുദ്ധിജീവികളും അതുപോലെ വലിയ ഇപ്പം ജെറമി കോർബിൻ അടക്കമുള്ള ആളുകളുടെ ഇടക്ക് കേരള ഇലക്ഷനെ പറ്റിയിട്ട് അവർക്ക് വലിയ
താല്പര്യത്തോടെയാണ് അവർ നോക്കിക്കാണുന്നതെന്നാണ് എനിക്കറിയാൻ വേണ്ടി പറ്റിയത്. അപ്പം കേരള ഇപ്പം പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങിയത് കൊണ്ടും മാത്രമല്ല ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റിൽ അധികാരത്തിൽ ഇലക്ഷനിലൂടെ അധികാരത്തിലും എന്ന് വെച്ചാൽ ഒരു ലോകത്ത് വെച്ച് നോക്കുമ്പോൾ മൂന്നാമത്, പക്ഷേ ഏഷ്യയിൽ ആദ്യത്തെ ഒരു സംഭവമാണല്ലോ അത്. അന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ചിലപ്പം മങ്ങിപ്പോയിട്ടുണ്ടാവാം പിന്നീട്, പക്ഷെ അത് പിന്നെയും തിരിച്ച് അതുപോലുള്ള ഒരു താല്പര്യം വരുന്നതായിട്ടാണ് പ്രത്യേകിച്ച് ലോകത്തുള്ള ഇപ്പം ജെറമി കോർബിന് പോലുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ ഇടയിൽ കേരളത്തിനോടുള്ള താല്പര്യം കൂടുകയാണ്. ക്യൂബയിലുള്ള ഇപ്പം ഞാൻ ക്യൂബയിൽ ഒരേ ഒരു 60 വർഷത്തിലുള്ള ഒരേ ഒരു ക്യൂബൻ അംബാസഡർ ടു US അംബാസഡർ കബാനാസിനെ ഞാൻ അടുത്ത് കണ്ടപ്പോൾ അദ്ദേഹം കേരളത്തിനെ പറ്റി വളരെയധികം അദ്ദേഹത്തിന് കേരളത്തിൽ അദ്ദേഹം യാത്ര ചെയ്യുകയും ചെയ്തു, ഇവിടെ കേരളത്തിൽ വരികയും ചെയ്തു. അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അവർക്കൊക്കെ കേരളത്തിനെ പറ്റി നന്നായി അറിയാം. പക്ഷേ നമ്മുടെ ഇവിടെ ഒരു സാധാരണ ജനം ക്യൂബയെ പറ്റി സംസാരിക്കുന്നത് ആ രീതിയിൽ കേരളത്തിനെ പറ്റി ക്യൂബയിൽ സംസാരിക്കുന്നില്ല. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ സംസാരിക്കാൻ.